ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ 3 പ്രാവശ്യം തന്റെ ക്രൂശുമരണത്തെയും ഉദ്ധാനത്തെയും പറ്റി പ്രവചിക്കുന്നത്. ലോകരക്ഷകനായ ഈശോ മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തന്റെ സ്വന്തം ജീവൻ വരെ ബലിയായി നൽകുന്നു. ഈ കാര്യം ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. ആർക്കാണ് സ്വന്തം ജീവൻ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് അഥവാ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ബലിയായി നൽകാൻ സാധിക്കുക? അല്ലെങ്കിൽ ഏതൊരു പിതാവിനാണ് സ്വന്തം പുത്രനെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി നൽകാൻ തയ്യാറാകുക? ഇതിൻ്റെയൊക്കെ മുഖ്യ കാരണം ദൈവം തന്റെ സൃഷ്ടിയെ സ്നേഹിച്ചു എന്നതാണ്. തന്റെ പുത്രൻ വഴി മനുഷ്യരെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പഠിപ്പിച്ചു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമാണ് ദൈവം സ്നേഹമാണെന്നത്. അതെ, ദൈവം സ്നേഹമാണ്. എന്നാൽ ഇതിന് പൂർണ്ണത വരുന്നത് ഈശോയുടെ ജീവിതം മൂലമാണ്. ഈശോ തന്നെ ദ്രോഹിച്ചവരോടും തനിക്കെതിരെ സംസാരിച്ചവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോ നമ്മളെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ചു തന്നു. അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ നോൻപ് കാലം ക്രിസ്തു പഠിപ്പിച്ചു തന്ന അനുസരിച്ച് ജീവിക്കാം. ക്രിസ്തുവിന്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇപ്പോഴും ഉണ്ടാകട്ടെ.